നമസ്കാരം. CMRL-ൽ നിന്ന് KMML റൂട്ടെയിൽ വാങ്ങിയിട്ടുണ്ടോ? ഒരേ ചോദ്യം 2 തവണ ചോദിച്ചപ്പോൾ ഉത്തരം വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ തവണ വാങ്ങിയില്ല എന്നും രണ്ടാമത്തെ തവണ വാങ്ങിയെന്നുമായിരുന്നു മന്ത്രി പി രാജീവ് നൽകിയ ഉത്തരം. പറയുന്നത് കള്ളമാണെങ്കിൽ അത് പലതവണ ചോദിച്ചാൽ ഉത്തരം പല രീതിയിലായിരിക്കും എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇപ്പോൾ CPM നേതാവും വ്യവസായ മന്ത്രിയുമായ പി രാജീവ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഉത്തരം ഒരേ ചോദ്യത്തിന് നൽകിയിരിക്കുന്നത്. മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുക എന്നത് CPM-ലെ നേതാക്കന്മാരെ കൊണ്ട് നിസ്സാരമായി സാധിക്കുന്ന ഒരു കാര്യം കൂടെയാകുമ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വാങ്ങിക്കൂട്ടിയ കോടികളുടെ കഥ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ CPM-ലെ പല നേതാക്കളും ആവർത്തിച്ച് പറയുന്ന വിശദീകരണവും ഈ ഗണത്തിൽപ്പെടുന്ന പച്ചക്കള്ളങ്ങളായിരുന്നു. പറയുന്ന അവർക്കും കേൾക്കുന്ന നമുക്കും കൃത്യമായി അറിയാം ഈ പറയുന്നതെല്ലാം വെറും പൊള്ളയും കള്ളവുമായ വിശദീകരണങ്ങളാണ് എന്ന്. എന്നാലും അവരങ്ങ് പറയും. എന്ന് വെച്ചാൽ കള്ളം പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്തവരാണ് ഇക്കൂട്ടരെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. അതൊന്നുകൂടെ അടിവരയിടുകയാണ് മന്ത്രി പി രാജീവ്. മുഖ്യമന്ത്രിയുടെ മകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിന് അന്വേഷണം നേരിടുന്ന CMRL കമ്പനിയിൽ നിന്ന് സർക്കാർ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയിട്ടുണ്ടോ എന്നായിരുന്നു മന്ത്രി പി രാജീവിനോട് ചോദിച്ചത്. ഒടുവിൽ മന്ത്രി പി രാജീവ് നിയമസഭയിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു. CMRL-ൽ നിന്ന് KMML സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയിട്ടുണ്ടോ എന്ന് കഴിഞ്ഞ 30-ാം തീയതി CR മഹേഷിന്റെ ചോദ്യത്തിന് വാങ്ങിയിരുന്നില്ല എന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഈ ഫെബ്രുവരി 13-ന് AP അനിൽകുമാർ, റോഷി M ജോൺ, ഷാഫി പറമ്പിൽ, ഉമാ തോമസ് എന്നിവർക്ക് നൽകിയിട്ടുള്ള ഉത്തരത്തിൽ 2008 മുതൽ 2020 വരെ വാങ്ങിയെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതായത് ചോദ്യം 1, ഉത്തരം 2. CMRL-ന്റെ റൂട്ടെയിൽ KMML വാങ്ങിയിരുന്നതായി കഴിഞ്ഞ 12-ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനുശേഷം നൽകിയ മറുപടിയിലാണ് 12 വർഷത്തോളം വാങ്ങിയിരുന്നതായി മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തോട്ടപ്പള്ളിയിൽ നിന്നും വാരിയ ധാതുമണൽ ഇന്ത്യൻ റയൽ എർത്ത് CMRL-ന് നൽകിയിരുന്നുവെന്നും CMRL സിന്തറ്റിക് റൂട്ടെയിൽ പൊതുമേഖലാ സ്ഥാപനമായ KMML-ന് നൽകിയിരുന്നുവെന്നും GST ബില്ലുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തീരമേഖലയിലെ ധാതുമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റയൽ എർത്ത്സിനും KMML-നും മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി CMRL ധാതുമണൽ സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇവരുടെ ഉൽപ്പന്നമായ സിന്തറ്റിക് റൂട്ടെയിൽ പൊതുമേഖലാ സ്ഥാപനമായ KMRL-ന് വർഷങ്ങളോളം വിൽപ്പന നടത്തിയിരുന്നുവെന്നുമാണ് വ്യക്തമാകുന്നത്. 135 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയെന്ന് ആദായ നികുതി ബോർഡിന് മുൻപിൽ CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയുണ്ട്. എന്തായാലും പി രാജീവിന്റെ ഈ ഉത്തരം പറയുന്നതെല്ലാം കള്ളമാണെന്ന് പൊളിച്ചെടുക്കുകയാണ്. അതേസമയം നിയമസഭയെ പോലും യാതൊരുവിധ വിലയും നൽകാതെയാണ് ഇവർ കാണുന്നത് എന്നതും ഇതിൽ നിന്ന് വ്യക്തം. ചോദ്യങ്ങൾക്കെല്ലാം നിയമസഭയിൽ പോലും കള്ളങ്ങളായാണ് മറുപടി പറയുന്നത്.